വസ്വഹ്ബിഹി വസല്ലം. ഇർഷാദുൽ ഇബാദ് സബുക്ക് തുടരുന്നു. നിസ്കാരത്തിൻ്റെ വളരെ പരമപ്രധാനമായ മസ്അലകളിലേക്കാണ് ഇനി കടക്കുന്നത്. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ സബുക്കുകളിലായി നമ്മൾ നിസ്കാരത്തിൻ്റെ പല മസ്അലകളും ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ, പല അദബുകളെക്കുറിച്ചും നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പല സബുക്കുകളും അവിടെ ഉപയോഗപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം മസായിലുകൾ പഠിച്ചാൽ മാത്രമേ ഒരു 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ, ശരിയായ രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കാവുകയുള്ളൂ. അപ്പോൾ കേവലം ഒരു മാമൂലായി തീർക്കേണ്ടതല്ല നിസ്കാരം. അതിൻ്റെ ശരിയായ എല്ലാ അദബുകളും പഠിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് മുമ്പിൽ നിർവഹിക്കുമ്പോഴാണ് അത് സ്വീകാര്യയോഗ്യമാകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ സബുക്കുകളൊക്കെ വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി, അതുമായി ബന്ധം കുറഞ്ഞവർ വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ഇനി നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളാണ്. അതാണ് ഏറ്റവും അവസാനമായി നമ്മുടെ കിതാബിൽ പറയുന്ന മസ്അലകൾ. ഇനിയും തുടർന്ന് നിസ്കാരത്തെക്കുറിച്ച് പലതും പറയുന്നുണ്ടെങ്കിലും മസ്അല സംബന്ധിയായ ഏറ്റവും അവസാന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താണ് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ? ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നത് പോലെ ആദ്യമായി പറയുന്നത്, അർത്ഥമുള്ള ഒരു ഹർഫോ അർത്ഥമില്ലാത്ത 2 ഹർഫോ ഉച്ചരിക്കുക എന്നുള്ളതാണ്. മനുഷ്യ സംസാരത്തിൽപ്പെട്ട അർത്ഥമുള്ള ഒരൊറ്റ അക്ഷരം ഉച്ചരിച്ചാൽ നിസ്കാരത്തിൽ നിന്ന് ഔട്ടാവും. അർത്ഥമില്ലാത്ത 2 ഹർഫ് ഉച്ചരിച്ചാലും നിസ്കാരം ബാത്തിലാവും. ഖുർആനല്ല, ദിക്റല്ല, ദുആ അല്ല, ഇങ്ങനെയൊന്നുമല്ലാത്ത ഏതെങ്കിലും 2 അക്ഷരം ഉച്ചരിച്ചാൽ, അതുപോലെ തന്നെ അർത്ഥമുള്ളതാണെങ്കിൽ ഒരൊറ്റ അക്ഷരം ഉച്ചരിച്ചാലും മതി. അങ്ങനെ സംസാരിച്ചു പോയാലും നിസ്കാരം ബാത്തിലാകുന്നതാണ്. നിസ്കാരം അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. അള്ളാഹുവിനോട് രഹസ്യ സംഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു, മറ്റൊരാളിലേക്കും ശ്രദ്ധിക്കാൻ നമുക്ക് പാടുള്ളതല്ല. അപ്പോൾ അള്ളാഹു അല്ലാത്ത ജനങ്ങളിൽപ്പെട്ട ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും, ഒരൊറ്റ ഹർഫ് ഉച്ചരിക്കുമ്പോഴേക്കും അർത്ഥമുള്ള ഒരു അക്ഷരം ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. 2 ഹർഫ് ഒരർത്ഥവും ഇല്ലെങ്കിലും 2 ഹർഫ് ഉച്ചരിച്ചാലും നിസ്കാരം ബാത്തിലാവും എന്നാണ് പറയാൻ പോകുന്നത്. വായിക്കട്ടെ. വമുബ്തിലാതുഹ, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നുതുഖും ബിഹർഫൈനി, 2 ഹർഫ് ഉച്ചരിക്കലാകുന്നു. വിലാഅൻ, തുടർച്ചയായി 2 അക്ഷരം ഉച്ചരിക്കുക. കമ എന്നൊരാൾ പറഞ്ഞു, അതിനൊരർത്ഥവുമില്ല. അപ്പോൾ അർത്ഥമില്ലാത്ത 2 ഹർഫ് തുടർച്ചയായി ഉച്ചരിക്കുക. 1-ാമത്തെ റക്അത്തിൽ കാന്ന് ഉച്ചരിച്ചു, 2-ാമത്തെ റക്അത്തിൽ മാന്ന് ഉച്ചരിച്ചു, അല്ലെങ്കിൽ എന്താണ് ഫാത്തിഹയ്ക്ക് മുമ്പ് ഒരു കാന്ന് ഉച്ചരിച്ചു, ശേഷം കാമാന്നൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടല്ലാതെ ഏതൊക്കെയോ സമയത്ത് ഒരക്ഷരം, അർത്ഥമില്ലാത്ത ഒരക്ഷരം പുറപ്പെട്ടു എന്ന് കരുതിയിട്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. അപ്പോൾ തുടർച്ചയായിട്ട് 2 അക്ഷരം ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. വലൗ ഫീ തനഹനുഹിൻ, അത് തൊണ്ടയനക്കുന്ന സമയത്താണെങ്കിലും ശരി. അപ്പോൾ തൊണ്ട അനക്കി ഒരാൾ ആക്കി, അപ്പോഴാണ് 2 ഹർഫ് പുറപ്പെടുന്നു. എന്നാൽ അവിടെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഔ ഹർഫി മുഫ്ഹിമിൻ, അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരൊറ്റ അക്ഷരം ഉച്ചരിച്ചാലും നിസ്കാരം ബാത്തിലാവും. മിൻ കലാമി ബശരിൻ, മനുഷ്യ സംസാരത്തിൽപ്പെട്ട അർത്ഥമുള്ള ഒരു ഹർഫ് ഉച്ചരിക്കുമ്പോഴും നിസ്കാരം ബാത്തിലാവും. അപ്പോൾ മനുഷ്യ സംസാരത്തിൽപ്പെട്ട അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരം തുടർച്ചയായിട്ടോ ഉച്ചരിക്കുക. ഇതാണ് നിസ്കാരം ബാത്തിലാകുന്ന 1-ാമത്തെ കാര്യം. ഇനി പറയട്ടെ, ഇങ്ങനെ ഈ അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ വന്നാലും ബാത്തിലാവാത്ത സന്ദർഭങ്ങളാണ് പറയുന്നത്. ഇനി അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത്. അതേസമയം ഇനി പറയട്ടെ, ഇനി ഒരു 5 സമയങ്ങളിൽ നിസ്കാരം എന്താകുന്നില്ല, ഈ 2 അക്ഷരം പുറപ്പെട്ടാലും ബാത്തിലാകുന്നില്ല. അതേതൊക്കെയാണ്? അതാണ് ശേഷം പറയുന്നത്. ലാ ബിയസീരി കലാമിൻ സബഖ ലിസാനുഹു ഇലൈഹി, അറിയാതെ നാവ് സ്ലിപ്പായിപ്പോയി സംസാരത്തിലേക്ക്, നാവ് മുൻകടന്നുകൊണ്ട് കുറഞ്ഞ സംസാരം വന്നാൽ എന്താകുന്നില്ല, അവിടെ നിസ്കാരം ബാത്തിലാകുന്നില്ല. അപ്പോൾ നാവ് സ്ലിപ്പായിപ്പോയി, മറന്നുപോയിട്ടല്ല, ബോധമുണ്ട്, ഓർമ്മയുണ്ട്, പക്ഷെ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് മുമ്പിലേ നടന്നു പോകുന്നത് കാണുമ്പോൾ എടോ എന്തോ അത് പറഞ്ഞു പോയി. അപ്പോൾ എന്തോ 2, 3, 4 കലിമത്ത് പറഞ്ഞു പോയാൽ, അങ്ങനെ അറിയാതെ പിന്നെ നാവ് സ്ലിപ്പായി പോയിട്ട് കുറഞ്ഞ സംസാരം സംസാരിച്ചാൽ അവിടെ നിസ്കാരം ബാത്തിലാകുന്നതല്ല. അതിന് വിടുതയുണ്ട്. ഔ നസിയ, 2-ാമത്തെ കാര്യം മറന്നുപോയി സംസാരിച്ചു, മറന്നുപോയി, നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ല.
അപ്പൊ എന്തോ അത്തഹിയാത്തിൽ കുറെ സമയം ഇമാം ഇരുന്നു, ഇവനും അത്തഹിയാത്തിൽ കുറെ ഇരുന്നു, ഇമാം സലാം വീട്ടുന്നതാണെന്നില്ല, പിന്നെ ഇവനെന്തോ വർത്തമാനത്തിലായി ഇപ്പോൾ വർത്തമാനം പറഞ്ഞു പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ എടുത്തു പോയി, ആ ഹലോ നാക്കിപ്പോയി. ഔ ജഹില തഹരീമുഹു, അല്ലെങ്കിൽ മൂന്നാമത്തെ സന്ദർഭം പറയട്ടെ, ഔ ജഹില തഹരീമുഹു ഫിഹ, ആ നിസ്കാരത്തിൽ സംസാരം ഹറാമാണെന്ന് ഇവനക്ക് അറിയില്ല. അത് പിന്നെ എല്ലാവർക്കും പറ്റൂല. അതാർക്കാണ്? ആ പുതിയ ഇസ്ലാമികളായ പുതുവിശ്വാസികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. അതാണ് പറയുന്നത് എത്തരത്തിൽ വഖറുബ അഹ്ദുഹു ബിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിലേക്ക് കാലമടുത്തവനാണ്. അവൻ ബഈദൻ അനിൽ ഉലമായി, അല്ലെങ്കിൽ ഉലമാക്കളെ തൊട്ട് വളരെ ദൂരത്ത് താമസിക്കുന്നവനാണ്. ഒന്നുകിൽ പണ്ഡിതന്മാരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ ഇവനിക്ക് അവസരം ഉണ്ടായിട്ടേ ഇല്ല. ഇവന്റെ ഭാഗത്ത് മദ്രസയോ ദർസോ അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളോ ഒന്നുമില്ല. ഏതോ മലമുകളിലോ കാട്ടിലോ താമസിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിൽ സംസാരിക്കുന്നത് ഹറാമാണെന്ന് അറിയില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ പുതിയ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ സംസാരിക്കുന്നത് അറിയില്ല, ഹറാമാണെന്ന് അറിയില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഇവർ രണ്ടുപേർക്കും അറിവില്ല എന്നതിൻ്റെ പേരിൽ ഉദ്റുണ്ട്. അതുകൊണ്ട് അവർ അറിവില്ലാതെ സംസാരിച്ചു പോയതാണെങ്കിൽ അവർക്ക് നിസ്കാരം ബാത്തിലാകുന്നില്ല. കുറഞ്ഞ സംസാരം കേട്ടോ. അപ്പോൾ പിന്നെ കുറഞ്ഞ സംസാരം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് 4-5 കലിമത്ത്, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. വലാബി തനഹനുഹിൻ, ഇനി അടുത്ത സന്ദർഭം പറയുന്ന ബാത്തിലാവാത്ത സമയം വലാബി തനഹനുഹിൻ ലി തഅദ്ദുരി റുക്നിൻ ഖൗലിയ്യൻ വഇൻ കസുറ, ഒരു കൗലിയായ ഫർള് പറയാൻ പ്രയാസമുണ്ടായതുകൊണ്ട് തൊണ്ടയനക്കി. അങ്ങനെ അവർക്ക് ഫാത്തിഹ ഓതാൻ കിട്ടുന്നില്ല. ഫാത്തിഹ ഒച്ചത്തിൽ ഓതാൻ കിട്ടുന്നില്ല എന്നല്ല, ഇമാമ് ഫാത്തിഹ ഒച്ചത്തിൽ ഓതാൻ കിട്ടുന്നില്ലെങ്കിൽ തൊണ്ടയനക്കരുത്. അതേസമയം ഫാത്തിഹ തന്നെ തീരെ ഒറ്റ അക്ഷരവും ഉച്ചരിക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്റ്റക്കായി പോയി, ഫാത്തിഹ ഓതാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്തഹിയാത്ത് ഓതാൻ കിട്ടുന്നില്ല, അങ്ങനെ കൗലിയായ ഒരു ഫർള് പറയാൻ പ്രയാസമായതുകൊണ്ട് തൊണ്ടയനക്കേണ്ടി വന്നു. നാക്കുമ്പോഴേ എനിക്ക് എന്താകും പിന്നെ പറയാൻ കിട്ടുന്നുള്ളൂ. അങ്ങനെ കൗലിയായ ഫർദ് ഉച്ചരിക്കാൻ പ്രയാസമായതുകൊണ്ട് തൊണ്ടയനക്കി. അപ്പോൾ 2 അക്ഷരം വന്നുപോയി. വൈൻ കസുറ, അത് എത്ര വട്ടം തൊണ്ടയനക്കിയാലും എത്ര അക്ഷരങ്ങൾ പുറപ്പെട്ടാലും അവിടെ കുഴപ്പമില്ല. എന്തുകൊണ്ട്? പിന്നെ ഇവർക്ക് ഇത് നിസ്കാരം തീർക്കണ്ടേ, ഫാത്തിഹ ഓതണ്ടേ, അത്തഹിയാത്ത് ഓതണ്ടേ, എന്നാലേ ഇപ്പൊ നിസ്കാരം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ തൊണ്ടയനക്കേണ്ടി വരും. ആ തൊണ്ടയനക്കലിൽ അക്ഷരം പുറപ്പെടുന്നുണ്ടെന്ന് കരുതിയിട്ട് ബാത്തിലാകുന്നില്ല, അവിടെ അവനിക്ക് ഉദ്റുണ്ട്. പിന്നെയോ, ഇനി ഇവനിക്ക് കരച്ചലോ തുമ്മലോ കൊരയോ വന്നു അനിയന്ത്രിതമായിട്ട് ഇവനിക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ 2 അക്ഷരം പുറപ്പെടുന്നുണ്ടെന്ന് കരുതി നിസ്കാരം ബാത്തിലാക്കിയാൽ പിന്നെ നിസ്കാരം നടക്കൂലല്ലോ ഒരു കാലത്ത്. കാരണം അവനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക എല്ലാ സമയത്തും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ അനിയന്ത്രിതമായി വന്നു പോകുന്ന കൊര തുമ്മല് പോലത്തെ വിഷയങ്ങൾക്ക് ഉദ്റുണ്ട്. അത് എന്താണ്? കുറഞ്ഞ രീതിയിൽ അവനിക്ക് 2 അക്ഷരം പുറപ്പെട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ കലിമത്തുകളെ പുറപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവനിക്ക് നിസ്കാരം ബാത്തിലാകുന്നതല്ല. അതാ പറയുന്നത് വലാ ദഹ്കിൻ വ ബുക്കായിൻ, ചിരി കൊണ്ടോ കരച്ചൽ കൊണ്ടോ ബാത്തിലാകുന്നില്ല. വസുആലിൻ, തുമ്മൽ കൊണ്ട്, ചുമ കൊണ്ട്, വഅത്വാസിൻ, തുമ്മൽ കൊണ്ടും. ഇൻ ഗലബത്ത്, അത് അനിയന്ത്രിതമായാൽ, വഖല്ലത്ത്, കുറയുകയും ചെയ്താൽ. അനിയന്ത്രിതമായി വന്നുപോയതാണ് ചുമ, പക്ഷേ കുറഞ്ഞ രീതിയിൽ എന്തായിട്ടുള്ളൂ, 2 അക്ഷരം അല്ലെങ്കിൽ കുറഞ്ഞ അക്ഷരങ്ങളെ പുറപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നില്ല. അപ്പോൾ അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഈ പറയപ്പെട്ട ഒരു 4-5 സന്ദർഭങ്ങളിൽ അവനിക്ക് ഉദ്റുണ്ടായതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമുള്ള മുനാജാത്താകുന്ന നിസ്കാരം മനുഷ്യ സംസാരത്തിൽപ്പെട്ട എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും ബാത്തിലാകുന്നു. ഇവിടെയാണ് എന്താകുന്നത്, മറ്റ് ആരാധനകളിൽ നിന്നൊക്കെ നിസ്കാരം വ്യത്യസ്തമാകുന്നത്. മറ്റ് നോമ്പിലായാലും സക്കാത്തിലായാലും ഹജ്ജിലായാലും ഒന്നും എന്തില്ല, മറ്റുള്ളവരോട് വർത്താനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇബാദത്ത് നമുക്ക് സാധാരണഗതിയിലില്ല. 2 അക്ഷരം സംസാരിച്ചു പോയാൽ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് മറ്റ് ഇബാദത്തുകളിൽ നിന്ന് പുറത്തു പോകുമെന്ന് നമ്മൾ പറയുന്നില്ല. അതേസമയം നിസ്കാരം അള്ളാഹുവിനോട് മാത്രം നമ്മൾ സംസാരിക്കുന്ന വേളയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. നിസ്കാരത്തിൻ്റെ ഗൗരവവും മഹത്വവുമാണ് അത് അറിയിക്കുന്നത്. 2 ഹർഫ് അറിയാതെ ഉച്ചരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഒറ്റ അക്ഷരം തന്നെ, അർത്ഥമുള്ള ഒരക്ഷരം തന്നെ ഉച്ചരിച്ചു പോയാൽ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ മഹത്വവും പ്രാധാന്യവുമാണ് അത് അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.
നല്ല രീതിയിൽ നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിസ്കാരം ബാത്തിലാവുന്ന ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്കിൽ നമുക്ക് തുടരാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത